ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഉണ്ണിമായ ഷിൻസു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ക്യാരറ്റ് പായസമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ, ക്യാരറ്റ് കറി വെച്ചിട്ട് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ക്യാരറ്റ് പായസമായിട്ട് വെച്ച് കൊടുക്കാം. കുട്ടികൾ തീർച്ചയായിട്ടും കഴിക്കും. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്യാരറ്റ് പായസം ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ 4-5 ക്യാരറ്റ് എടുക്കാം. കുറച്ച് മീഡിയം സൈസിലുള്ള 4-5 ക്യാരറ്റ് എടുക്കാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ മുറിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിൽ നമുക്ക് ക്യാരറ്റ് ചീവിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മളുടെ ക്യാരറ്റ് കിട്ടുക. ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യാന്ന്. ഇതുപോലെ സാവധാനത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ സ്ലൈസ് ആയിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾക്ക് എല്ലാ ക്യാരറ്റും ഇതുപോലെ തന്നെ നമുക്ക് ചീവിയെടുക്കാം. നല്ല സോഫ്റ്റാണ്. പിന്നെ കുക്കിംഗ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിലും സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇങ്ങനെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് ഇടയിൽ കടിക്കാനും കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത. ചിലവർ മിക്സിയിലൊക്കെ അടിച്ച് പേസ്റ്റ് ആക്കാറുണ്ട്. പക്ഷെ അതിൽ വെച്ച് ഇത് തന്നെയാണ് കുറച്ചും കൂടെ കഴിക്കാൻ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ ക്യാരറ്റും നമുക്ക് ഇതുപോലെ തന്നെ ചീവിയെടുക്കാം. അങ്ങനെ എല്ലാ ക്യാരറ്റും നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു പാൻ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. പാൻ നന്നായി ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് 1 സ്പൂൺ നെയ്യ് ചേർക്കാം. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ്. കടയിൽ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നതിന് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നതിനാണ് ഏറ്റവും നല്ല ടേസ്റ്റും സ്മെല്ലും. അപ്പോൾ നിങ്ങളും മാക്സിമം അങ്ങനെ തന്നെ ട്രൈ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റാത്തവരാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്യാം. ഒരുപാട് കമ്പനീസ് നെയ്യൊക്കെ ഉണ്ട്. അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. അപ്പോൾ നെയ്യ് ഉരുകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നെയ്യെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലപോലെ ചീകി വെച്ച ക്യാരറ്റിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് പച്ചമണം പോകുന്നത് വരെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് അപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റിലെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ വറ്റി ഡ്രൈ ആയി വരണം. പച്ചമണം, ക്യാരറ്റിലെ പച്ചമണം പോകുന്നത് വരെയും വെള്ളം വറ്റുന്നത് വരെയും നമുക്ക് ഇളക്കി ഇതുപോലെ വറ്റിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. കുറച്ചെന്ന് പറയുമ്പോൾ ഞാൻ ഒരു 1/2 ബൗൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടെ മധുരത്തിനനുസരിച്ചുള്ള ചേർത്ത് കൊടുത്താൽ മതി മധുരം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. നമ്മളുടെ പഞ്ചസാര മെൽട്ടായി വരണം. നല്ലപോലെ മെൽട്ടായി വരണം. ഒരു ഹൽവ രൂപത്തിൽ നമുക്ക് കിട്ടണം. വെള്ളം ഒന്നും ചേർക്കരുത്. വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ പഞ്ചസാര അലിഞ്ഞു വരുന്ന ആ വെള്ളത്തിൽ തന്നെ നമ്മളുടെ ക്യാരറ്റ് ഒന്ന് കുക്കായി വരണം. പഞ്ചസാര അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. നല്ല റെഡ് കളറിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് പാലാണ്. ഞാനിവിടെ 1.5 ലിറ്റർ പാലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. ഞാനിവിടെ 1.5 ലിറ്റർ പാൽ എടുക്കുന്നുണ്ട്. നമുക്കതിനെ ഒഴിച്ചു കൊടുക്കാം.
പാലൊഴിക്കുമ്പോൾ തന്നെ നല്ലൊരു കളർ ചേഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു യെല്ലോ കളറായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പാലെല്ലാം ഒഴിച്ച് കഴിഞ്ഞ് ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ സ്റ്റേജിൽ നമുക്ക് മധുരം നോക്കാം. കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കാം. കാരണം നമ്മുടെ പാല് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഫ്ലെയിം കൂട്ടി വയ്ക്കാം. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ലിറ്റർ പാലിന് 1/2 ഗ്ലാസ് വെള്ളം മതിയാവും. വെള്ളം സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. ഞാൻ പക്ഷേ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊരു തിളച്ച് വരേണ്ട ഒരു സമയം മാത്രമാണ് നമുക്ക് വേണ്ടത്. ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യുക. കൈ വിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം പാല് പൊന്തി പോകാൻ പാടില്ല. അപ്പോൾ അടുത്ത് നിന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ ക്യാരറ്റ് നല്ലപോലെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. പിന്നെ പാല് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും ഒന്നുകൂടെ സോഫ്റ്റ് ആവും. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. ഫുൾ യെല്ലോ കളറിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ യെല്ലോ അല്ല, കുറച്ച് ഗോൾഡൻ കളർ പോലെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ കളർ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ക്യാരറ്റ് പായസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ മുന്നേ മാറ്റി വെച്ചിട്ട് അത് ചൂടാറി കഴിഞ്ഞാൽ വീണ്ടും കുറുകി വരും, കളർ ചേഞ്ച് വരും, പിന്നെയും യെല്ലോ കളറാവും, കുറുകി വരും. അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചേർക്കുന്നത് 2 ഏലക്കയാണ്. ഏലക്കായിൻ്റെ മണം ഇഷ്ടമുള്ളവർ ഏലക്കായ് ചേർക്കാവുന്നതാണ്. സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിവിടെ 2 ഏലക്കായ് എടുത്തിട്ടുണ്ട്. പൊട്ടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ ചേർത്തിട്ടുണ്ട്. കുരു മാത്രം ഇടുന്നവരുണ്ട്, പക്ഷേ ഞാൻ ഒരുമിച്ച് അങ്ങനെ മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ പാലൊഴിച്ചതിൻ്റെയും കുറച്ച് കമ്മിയായി വരണം, നല്ലോണം കുറുകി വരണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഞാൻ വീണ്ടും പറഞ്ഞിരുന്നു. ഞാൻ ഒന്നും കൂടെ പറയുന്നു. ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഞാൻ അടുത്ത റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.